മേഖലയിൽ നാഴികക്കല്ലായി മാറിയ ചിത്രമാണ് ബാഹുബലി. പാൻ ഇന്ത്യൻ എന്ന പ്രയോഗം സിനിമാ മേഖലയിൽ പ്രചാരം നേടിയതും ബാഹുബലിക്ക് ശേഷമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ചിത്രം കൂടിയാണിത്. 2015 പുറത്തിറങ്ങിയ ബാഹുബലി ദി ബിഗിനിങ്ങും 2017 പുറത്തിറങ്ങിയ ബാഹുബലി ദി കൺക്ലൂഷനും ഇന്ത്യൻ പ്രേക്ഷകരിൽ സൃഷ്ടിച്ച സ്വാധീനം വളരെ വലുതാണ്. ഇപ്പോഴിതാ ബാഹുബലി റീ റിലീസിന് ഒരുങ്ങുകയാണ്. റീ റിലീസ് എന്നത് ഇപ്പോൾ ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ബാഹുബലിയുടെ ഈ റീ റിലീസിന് ഒരു പ്രത്യേകതയുണ്ട്. ബാഹുബലിയുടെ 2 ഭാഗങ്ങളും ചേർത്ത് ഒറ്റ സിനിമയായിട്ടാണ് തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു സിനിമയും ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു റീ എഡിറ്റ്. 2 സിനിമകളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളും കൂടാതെ പ്രേക്ഷകർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില പുതിയ ഭാഗങ്ങളും കൂട്ടിച്ചേർത്താണ് സിനിമ ഒരുങ്ങുന്നത്. ചിത്രത്തിലെ സംഗീതത്തിലും എം കീരവാണി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 5.5 മണിക്കൂറാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. ബാഹുബലി ദി എപ്പിക് എന്ന പേരിലാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുക. ബാഹുബലി ആദ്യ ഭാഗം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായാണ് ചിത്രം റീ റിലീസ് ചെയ്യുന്നത്. 2 ചിത്രങ്ങളുടെയും ഒറിജിനാലിറ്റി നഷ്ടമാവാത്ത തരത്തിൽ അട്രാക്റ്റീവായ സിനിമാറ്റിക് അനുഭവം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് രാജമൗലിയുടെയും കൂട്ടരുടെയും ലക്ഷ്യം. സാധാരണ ഫോർമാറ്റിനൊപ്പം ഐമാക്സ്, 4DX, D-ബോക്സ്, ഡോൾബി സിനിമ, എപ്പിക് തുടങ്ങിയ പ്രീമിയം ഫോർമാറ്റുകളിലും ചിത്രം പ്രദർശനത്തിലെത്തും. തെലുങ്ക്, ഹിന്ദി, തമിഴ്, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ഒക്ടോബർ 31 ചിത്രം റീ റിലീസ് ചെയ്യുന്നത്. ബാഹുബലി 2 ഭാഗങ്ങളും കൂടി ആകെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 2460 കോടിയോളം രൂപയാണ്. ചിത്രത്തിന്റെ പുതിയ പതിപ്പ് എത്രത്തോളം നേട്ടം കൊയ്യുമെന്നത് കാത്തിരുന്ന് കാണാം.